പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd ലെസൺ നത്തിങ് ട്വൈസ് ഈ ലെസണുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് വിശദീകരിക്കുന്ന വീഡിയോ പാർട്ട് 2 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ഗ്രാമർ ടോപ്പിക്സ്, ലാംഗ്വേജ് എലിമെൻറ്റ്സ്, ന്യൂസ് റിപ്പോർട്ട്, ഡിസ്കോഴ്സ് ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഗ്രാമർ ടോപ്പിക്സിൽ പ്രധാനമായും ഇൻട്രൊഡക്ഷൻ ടു ക്വസ്റ്റ്യൻ ടാഗ്, introduction to active and passive voice verb forms and usage, and writing a news report, discourse ഇവയാണ് വിശദീകരിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ന്യൂസ് റിപ്പോർട്ട് ഇവയെല്ലാം വളരെ വിശദമായി വിശദീകരിക്കുന്ന വീഡിയോസ് ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അധ്യാപകരും വിദ്യാർത്ഥികളും അത്തരം വീഡിയോസ് കാണുക. ആവശ്യമായ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം ലെറ്റ്സ് അനലൈസ് എന്ന ക്യാപ്ഷനിൽ ആക്ടിവിറ്റി 1 given on textbook page 25. Read the following sentences from the story Half a Day. ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയിൽ നിന്ന് നൽകിയ 2 സെൻറ്റൻസുകൾ ഇവിടെയുണ്ട്. അതൊന്ന് വായിക്കുക. ഐ ആം നോട്ട് പണിഷിംഗ് യു, ആം ഐ? പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, വോണ്ട് യു? വൈ ഡു യു തിങ്ക് ദ സ്പീക്കർ ആഡഡ് ദീസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദ സെൻറ്റൻസസ് എബവ്? ഈ നൽകിയിരിക്കുന്ന സെൻറ്റൻസുകൾ പരിശോധിക്കുമ്പോൾ കാണാം, ഓരോ സെൻറ്റൻസിൻ്റെയും അവസാന ഭാഗത്ത് ആം ഐ, വോണ്ട് യു എന്നിങ്ങനെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചേർത്തിരിക്കുന്നു. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ടാഗ്. എന്തിനാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് സെൻറ്റൻസുകളുടെ അവസാനം ചേർക്കുന്നത്? അതിൻ്റെ ഉപയോഗം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? വി യൂസ് ക്വസ്റ്റ്യൻ ടാഗ്സ് ടു സീക്ക് കൺഫർമേഷൻ ഫ്രം അവർ ലിസണേഴ്സ് ഓർ ടു നോ ദെയർ അഗ്രിമെൻറ്റ് ടു ദ സെറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയുന്ന ഒരു കാര്യം നാം പറഞ്ഞതിന് ശേഷം ഒരു ചെറു ക്വസ്റ്റ്യൻ അഥവാ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുന്നതിൻ്റെ പ്രധാന ആവശ്യം നമ്മുടെ കേൾവിക്കാരൻ നാം പറയുന്ന കാര്യം അയാൾക്കറിയും, അതൊന്ന് കൺഫേം ചെയ്യാൻ, ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. നാം ആദ്യം ഒരു കാര്യം നമ്മുടെ ശ്രോതാവിനോട് പറയുന്നു, എന്നിട്ട് ആ പറഞ്ഞ കാര്യം ശരിയല്ലേ എന്നുള്ള ഒരു കൺഫർമേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി. അതല്ല എങ്കിൽ നാം ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അതിനോട് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചേർത്താൽ നാം പറഞ്ഞ കാര്യത്തോട് നമ്മുടെ ശ്രോതാവ് ലിസണർ യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന രൂപത്തിലാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് വ്യക്തമായ ഉദാഹരണങ്ങളിലൂടെ ഈ കാര്യം മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, യു ആർ വർക്കിംഗ് അറ്റ് എ കേവൽ ക്ലിനിക്. നാം ഒരാളോട് ഒരു കാര്യം പറയുന്നു, അയാൾ കേവൽ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു എന്ന് നമുക്കത് അറിയാം, അല്ലെങ്കിൽ നാം അങ്ങനെ വിശ്വസിക്കുന്നു. അത് അയാളോട് പറഞ്ഞ് ആ ലിസണറോട് പറഞ്ഞിട്ട് അയാളിൽ നിന്നും കൺഫർമേഷൻ ചോദിക്കുകയാണ്. യു ആർ വർക്കിംഗ് അറ്റ് ദി കേവൽ ക്ലിനിക്. നിങ്ങൾ കേവൽ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു. ആൻഡ് യു, അല്ലേ, നിങ്ങൾ അവിടെയല്ലേ ജോലി ചെയ്യുന്നത്? ഇതാണ് കൺഫർമേഷൻ. രണ്ടാമതൊരു എക്സാമ്പിൾ, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹോട്ട് ടുഡേ, ഇസ്ൻ്റ് ഇറ്റ്? ഇന്ന് വളരെയധികം ചൂടുള്ളൊരു ദിവസമാണ്. നാം ഒരു അഭിപ്രായം പറയുകയാണ്, എന്നിട്ട് ഈ അഭിപ്രായത്തോട് നമ്മുടെ ലിസണർ യോജിക്കുന്നുവോ എന്ന രൂപത്തിൽ ഒരു ചോദ്യം, ഇസ്ൻ്റ് ഇറ്റ്, അങ്ങനെയല്ലേ എന്നുള്ളത്. ഇത്തരത്തിൽ പ്രധാനമായ 2 ഉപയോഗങ്ങളാണ് ടാഗ് ക്വസ്റ്റ്യൻസിന് സാധാരണമായിട്ട് ഉള്ളത്. ഇനി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ടാഗ് ക്വസ്റ്റ്യനിൽ പ്രധാനമായും 3 ഘടകങ്ങളാണ് ഉണ്ടായിരിക്കുക. നെഗറ്റീവോ പോസിറ്റീവോ രൂപത്തിലുള്ള ഒരു ഓക്സിലറി വേർബ്, then ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, അത് പ്രോനൗൺ രൂപത്തിലായിരിക്കണം. ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ എന്നിങ്ങനെയുള്ള പ്രോനൗണുകൾ മാത്രമേ ടാഗ് ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റായി വരികയുള്ളൂ. പൂർണ്ണമായ പേര് ചേർക്കരുത് എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ 3 ഘടകങ്ങൾ, നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഓക്സിലറി വേർബ്, സബ്ജക്റ്റ്, പ്രോനൗൺ രൂപത്തിൽ, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കാൻ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും ഓക്സിലറി വേർബ്സ് അറിഞ്ഞിരിക്കണം. ഇവിടെ ഈ ടേബിളിൽ തന്നതാണ് ഓക്സിലറി വേർബ്സ്. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്. Modal auxiliaries will, would, shall, should, may, might, must, need, dare, have, got to,
ought to and used to എന്നിങ്ങനെയാണ് ഓക്സിലറീസ്. ഇവയുടെ പ്രത്യേകതകൾ: ഇംഗ്ലീഷിലെ നെഗറ്റീവ് വേർഡായ നോട്ട്, ആ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം എൻറ്റ്, നേരിട്ട് ചേർത്ത് നെഗറ്റീവ് ഉണ്ടാക്കാൻ സാധ്യമാകുന്ന വേർബ്സ് ഓക്സിലറി വേർബ്സ് മാത്രമാണ്. മറ്റൊരു പദത്തോടൊപ്പം നമുക്ക് നേരിട്ട് എൻറ്റ് ചേർത്തുകൊണ്ട് നെഗറ്റീവ് ഉണ്ടാക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഈസ് പ്ലസ് നോട്ട്, ഈസിൻറ്റ് എന്നിങ്ങനെ ചേർത്ത് നെഗറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഈ ഓക്സിലറി വേർബ്സിനോട് മാത്രമാണ്. ഇവിടെ ഈ ഓക്സിലറി വേർബ്സിൽ ആം എന്നുള്ള ഓക്സിലറി ശ്രദ്ധിക്കുക. ആം എന്നതിനോടൊപ്പം നോട്ട് ചേർത്ത് ആമൻറ്റ് എന്നെഴുതാൻ സാധ്യമല്ല. അത്തരമൊരു ഘട്ടത്തിൽ നാം ടാഗിൽ ആണൻറ്റ് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ വിൽ പ്ലസ് നോട്ട് വിൻലൻറ്റ് എന്നുള്ളത് ശരിയല്ല. അതിനു പകരമാണ് വോണ്ട് എഴുതേണ്ടത്. വോണ്ട് എന്ന് പറഞ്ഞാൽ വിൽ പ്ലസ് നോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് ഷാൽ പ്ലസ് നോട്ട് ഷാലൻറ്റ് എന്നല്ല, മറിച്ച് ഷാൻറ്റ് എന്നിങ്ങനെ കറക്റ്റ് രൂപം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഈ ഓക്സിലറി വേർബ്സിലെ ഡു, ഡസ്, ഡിറ്റ് ഇവയുടെ പ്രത്യേകതകൾ. നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻ എഴുതാൻ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഈ ഓക്സിലറി ലിസ്റ്റിൽ നിന്നും പ്രകടമായ ഒരു ഓക്സിലറിയും അവിടെ ഇല്ല എങ്കിൽ നാം അതിലെ മെയിൻ വേർബ് പരിശോധിക്കണം. ഉദാഹരണത്തിന് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ റൈറ്റ് എന്ന പോലെ ഒരു വേർബ് മാത്രമേ ഉള്ളൂ. മെയിൻ വേർബാണത്, ഓക്സിലറി ഒന്നുമില്ല. എങ്കിൽ നാം റൈറ്റ് എന്നുള്ള വേർബിൻ്റെ സ്പ്ലിറ്റ് രൂപം കാണണം. വേർബിന് സ്പ്ലിറ്റ് ചെയ്യുക. റൈറ്റ് എന്നുള്ളതിൽ ഡു എന്നുള്ള ഓക്സിലറി ഉണ്ടായിരിക്കും. റൈറ്റ് ഇസ് ഈക്വൽ ടു ഡു പ്ലസ് റൈറ്റ്. ദെൻ റൈറ്റ്സ് എന്നുള്ള യെസ് ഫോം വേർബാണെങ്കിൽ അതിൽ ഡസ് അടങ്ങിയിരിക്കും. ഡസ് പ്ലസ് റൈറ്റ് എന്നുള്ളതാണ് റൈറ്റ്സ്. നമുക്കൊരു സിമ്പിൾ പാസ്റ്റ് വേർബാണ് നൽകിയിരിക്കുന്നത്, റോട്ട് എന്ന പോലെ, എങ്കിൽ ആ സിമ്പിൾ പാസ്റ്റിൽ ഡിഡ് എന്നുള്ള പാസ്റ്റ് ഓക്സിലറി ഉണ്ടായിരിക്കും. ഡിഡ് പ്ലസ് റൈറ്റ് എന്നുള്ളതാണ് റോട്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് പ്രകടമായ ഒരു ഓക്സിലറി വേർബ് ഉണ്ടായിരിക്കും, അതാണ് ടാഗിലേക്ക് എടുക്കേണ്ടത്. ഓക്സിലറി വേർബ് ഇല്ല എങ്കിൽ റൈറ്റ് എന്ന പോലെ ബേസ് വേർബ്, അല്ലെങ്കിൽ റൈറ്റ്സ് പോലെ എസ് ഫോം വേർബ്, റോട്ട് പോലെ പാസ്റ്റ് വേർബ് ആയിരിക്കും ഉണ്ടാവുക. എങ്കിൽ അതിൽ നിന്ന് ബേസ് ആണെങ്കിൽ ഡു എന്നും, എസ് ഫോം വേർബ് ആണെങ്കിൽ ഡസ് എന്നും, സിമ്പിൾ പാസ്റ്റ് വേർബ് ആണെങ്കിൽ ഡിഡ് എന്നും എടുത്ത് ആവശ്യമാം വിധം നെഗറ്റീവ് ചേർക്കേണ്ടതുണ്ടെങ്കിൽ നെഗറ്റീവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഡോണ്ട്, ഡസൻ, ഡിഡൻ എന്നിങ്ങനെ. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ടാഗ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. നേരെ തിരിച്ചും തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ചേർക്കേണ്ട ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹാവ്, ഹാസ്, ഹാഡ് എന്നീ ഈ 3 വേർഡ്സാണ്. ഇവ ഓക്സിലറി വേർബായിട്ടും പ്രവർത്തിക്കും, മെയിൻ വേർബായിട്ടും പ്രവർത്തിക്കും. ഓക്സിലറി വേർബ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് നെഗറ്റീവ് ആൻഡ് നേരിട്ട് ചേർക്കാൻ സാധിക്കുക. ഓക്സിലറി ഹാവ് എന്നതിനോടൊപ്പം ഹാവൻറ്റ് എന്ന് ചേർക്കാം. ഓക്സിലറി ആയിട്ട് വരുമ്പോൾ ഹാസിനോടൊപ്പം ഹാസിൻറ്റ് എന്നിങ്ങനെ ചേർക്കാം. ഓക്സിലറി ആയ ഹാഡിനോടൊപ്പം നെഗറ്റീവ് ഉണ്ടാക്കാൻ ഹാഡിൻറ്റ് എന്ന് ചേർക്കാം. എന്നാൽ ഇവ മെയിൻ വേർബ് ആകുമ്പോൾ ഹാവ് എന്നുള്ളത് ബേസ് വേർബാണ്, അതിൽ ഡു ഉണ്ടായിരിക്കും, അതിലേക്കാണ് നെഗറ്റീവ് ചേർക്കേണ്ടത്. ഹാവ് മെയിൻ വേർബ് ആകുമ്പോൾ നെഗറ്റീവ് ഫോം ഡോണ്ട് ഹാവ് എന്നിങ്ങനെയാണ്. ഹാസ് ഒരു മെയിൻ വേർബ് ആകുമ്പോൾ ഡസിൻറ്റ് ഹാവ് എന്നാണ് അതിൻ്റെ നെഗറ്റീവ് ഫോം. ഹാഡ് ഒരു സിമ്പിൾ പാസ്റ്റ് മെയിൻ വേർബ് ആകുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം ഡിഡൻറ്റ് ഹാവ് എന്നുള്ളതാണ്. ഇതെങ്ങനെ തിരിച്ചറിയും എന്നുള്ളതിന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഹാവ്, ഹാസ്, ഹാഡ് ഒരു സെൻറ്റൻസിൽ തനിച്ചാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൽ ഹാവ് എന്ന് മാത്രമേ ഉള്ളൂ, അതിനുശേഷം മറ്റൊരു മെയിൻ വേർബ് ഇല്ല. ഉദാഹരണത്തിന് ഐ ഹാവ് എ കാർ, അതിൽ ഹാവ് മാത്രമേ ഉള്ളൂ, എങ്കിൽ അത് മെയിൻ വേർബാണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഐ ഡോണ്ട് ഹാവ് എ കാർ എന്നുള്ളതാണ്. എന്നാൽ ഹാവിനോടൊപ്പം മറ്റൊരു വേർബ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഐ ഹാവ് റിട്ടൺ എന്നുള്ളതാണ് സെൻറ്റൻസിലെ വേർബ് എങ്കിൽ റിട്ടൺ എന്നുള്ളൊരു മെയിൻ വേർബ് അവിടെയുണ്ട്, അതുകൊണ്ട് ഹാവ് ഓക്സിലറിയാണ്. അത്തരം ഘട്ടത്തിൽ നമുക്ക് നെഗറ്റീവ് ഹാവിലേക്ക് ചേർക്കാം, ഐ ഹാവൻറ്റ് റിട്ടൺ എന്നിങ്ങനെ. Now, analyze the following sentences and find the relation between the verb phrase in each statement and the question tag. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗോട് കൂടി ഏതാനും സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഓരോ സെൻറ്റൻസും പരിശോധിച്ച് സെൻറ്റൻസിലെ അഥവാ മെയിൻ ഭാഗത്തുള്ള വേർബ് ഫ്രേസുകളും
ക്വസ്റ്റ്യൻ ടാഗിലെ വേർബ് അല്ലെങ്കിൽ വേർബ് ഫ്രേസും തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നോട്ട് ദീസ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്, ഇവിടെ നൽകിയിരിക്കുന്ന ഈ കോളങ്ങളിലേക്ക് അത് എടുത്തെഴുതുക. ആദ്യ ഒരെണ്ണം ഹാസ് ബീൻ ഡൺ ഫോർ യു, വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ആദ്യ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഇസ്ൻ്റ് ഇറ്റ് എന്നുള്ള ഈ സെൻറ്റൻസിൽ ഇസ്ൻ്റ് ഇറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അതിൽ വേർബ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ദിസ് ഈസ് യുവർ ന്യൂ ഹോം എന്നുള്ള സെൻറ്റൻസിലെ ആ ഭാഗത്തുള്ള വേർബ് ഈസ് എന്നുള്ളതാണ്. ദെൻ വേർബ് ഇൻ ദ ടാഗ് ഇസ്ൻ്റ് അഥവാ നെഗറ്റീവാക്കി. സ്റ്റേറ്റ്മെൻറ്റിൽ വേർബ് ഈസ് എന്നുള്ള പോസിറ്റീവ് വേർബായിരുന്നു, അതിനെ ടാഗിലേക്ക് വന്നപ്പോൾ നെഗറ്റീവാക്കിയത് ശ്രദ്ധിക്കുക. ദെൻ സെക്കൻഡ് സെൻറ്റൻസ് ദർ ഇസ് നത്തിങ് അമിസ് ഈസ് ദ, ഈ സെൻറ്റൻസിൽ നത്തിങ് എന്നുള്ള ഒരു നെഗറ്റീവ് വേർഡ് ഉള്ളത് കൊണ്ട് ആ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസായി മാറി. ഈസ് എന്നുള്ളതാണ് വേർബെങ്കിലും ഈസിനോടൊപ്പം നത്തിങ് എന്നുണ്ട്, അതിനാൽ അതൊരു നെഗറ്റീവ് വേർബായി വന്നിരിക്കുന്നു. ഇത് ഇസ്ൻ്റ് എനിത്തിങ്, ഈസ് നത്തിങ് എന്നുള്ളത് ഇസ്ൻ്റ് എനിത്തിങ് എന്നുള്ളതിന് തുല്യമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അത്തരം ഘട്ടത്തിൽ വേർബ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ഈസ് ആണ്, എന്നാൽ അതോടൊപ്പം തന്നെ നത്തിങ് എന്നുള്ളത് കൊണ്ട് ഇസ്ൻ്റ് എന്ന ഒരു നെഗറ്റീവിന് തുല്യമാണത്, അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ടാഗ് ക്വസ്റ്റ്യനിൽ ഈസ് ദർ, ഈസ് എന്നുള്ള പോസിറ്റീവായ വേർബ് തന്നെ വന്നത് എന്നും ശ്രദ്ധിക്കുക. ദെൻ തേർഡ് സെൻറ്റൻസ് മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് ഔർ പ്രോഗ്രസ് ഡിഡ്ന്റ് ഷീ. ഈ സെൻറ്റൻസിൽ മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് ഔർ പ്രോഗ്രസ്, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് അഥവാ സെൻറ്റൻസ്. അതിൽ വേർബ് സ്റ്റുഡ് എന്നുള്ള ഒരു വേർബാണ് സിമ്പിൾ പാസ്റ്റ് പോസിറ്റീവ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വേർബിൽ മറ്റൊരു ഓക്സിലറിയും അവിടെ കാണുന്നില്ല, അതുകൊണ്ടാണ് ആ സ്റ്റുഡ് എന്നുള്ള വേർബിൽ നിന്നും ഡിഡ് എടുത്ത് അതിനെ നെഗറ്റീവാക്കി ഡിഡ്ന്റ് ഷീ എന്ന ടാഗ് ചേർത്തത്. സ്റ്റേറ്റ്മെൻറ്റിലെ വേർബ് സ്റ്റുഡ് സിമ്പിൾ പാസ്റ്റാണ്, അതിൽ ഡിഡ് അടങ്ങിയിരിക്കുന്നു, ആ ഡിഡ് എടുത്ത് നെഗറ്റീവാക്കിയതാണ് ടാഗിൽ ചേർത്ത ഡിഡ്ന്റ്. ദെൻ ഫോർത്ത് സെൻറ്റൻസ് ഓൾ മൈ ക്ലോത്ത്സ് വേർ ന്യൂ, weren't they എന്നുള്ള ഈ ടാഗിലും സെൻറ്റൻസിലും വേർ എന്നുള്ളതാണ് സെൻറ്റൻസിലെ വേർബ്. അതൊരു പോസിറ്റീവ് വേർബാണ്, അതിനെ നെഗറ്റീവാക്കിയതാണ് weren't. അതാണ് ടാഗ് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന വേർബ്, നെഗറ്റീവ് വേർബ്. ദെൻ ഫിഫ്ത്ത് സെൻറ്റൻസ് ഐ ആം ഇൻ ഡൗട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഐ ആം ഇൻ ഡൗട്ട് എന്നുള്ള ആ സെൻറ്റൻസിൽ ആം എന്നുള്ളതാണ് വേർബ്, അതിനെ നെഗറ്റീവ് ആക്കേണ്ടതുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആമൻഡ് എന്നെഴുതാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് പകരം ആൻഡ് എന്ന് ചേർത്തത്. അപ്പോൾ സെൻറ്റൻസിൽ വേർബ് ആം, ടാഗിൽ ആൻഡ് എന്നുള്ള ഈ റിലേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്പർ 6 ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഈ സെൻറ്റൻസിൽ ബിഗിൻ എന്നുള്ളതാണ് വേർബ്, മറ്റൊരു ഓക്സിലറിയും ഇല്ല. ബിഗിൻ എന്നുള്ളത് ഒരു ബേസ് വേർബാണ്, അതിൽ സ്വാഭാവികമായും ഡു എന്നുള്ള ഓക്സിലറി അടങ്ങിയിരിക്കും. അതെടുത്തുകൊണ്ടാണ് ഡോണ്ട് യു എന്ന ടാഗ് ചേർത്തത്, ഡു എന്നതിനെ നെഗറ്റീവാക്കി. അപ്പോൾ സെൻറ്റൻസിലെ വേർബ് ബിഗിൻ, ടാഗിൽ ഡു അതിനെ നെഗറ്റീവാക്കി ഡോണ്ട് എന്ന് ചേർത്തത് ശ്രദ്ധിക്കുക. നമ്പർ 7 ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ്. ഈ സെൻറ്റൻസിൽ ഹാസ് എന്ന ഓക്സിലറി ഉണ്ട്, പക്ഷെ അത് ഓക്സിലറി ആണോ മെയിൻ വേർബാണോ എന്ന് പരിശോധിക്കാൻ വിദ്യാർത്ഥികൾ ഹാസ് കഴിഞ്ഞ് മറ്റൊരു വേർബ് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഹാസ് ലോവേർഡ് എന്നുള്ള ഒരു മെയിൻ വേർബ് ഉണ്ട്, അതുകൊണ്ട് ഹാസ് എന്നുള്ളത് ഒരു ഓക്സിലറി വേർബാണ്. നമുക്ക് ആ ഓക്സിലറി വേർബിനെ നെഗറ്റീവ് ആക്കാം, ഹാസൻറ്റ്. അപ്പോൾ സെൻറ്റൻസിലെ വേർബ് ഹാസ് ലോവേർഡ്, ടാഗിലേക്ക് അതിൽ ഓക്സിലറി മാത്രം എടുത്ത് നെഗറ്റീവ് ആക്കി ഹാസൻറ്റ്. Then number 8 the lady in the school cares for children, doesn't she എന്നുള്ളതാണ് ടോട്ടൽ സെൻറ്റൻസ്. ഇവിടെ സെൻറ്റൻസ് ഭാഗം, സ്റ്റേറ്റ്മെൻറ്റ് ഭാഗം the lady in the school cares for children, മറ്റൊരു ഓക്സിലറി വേർബ് ഇല്ല. കെയർസ് എന്നുള്ള മെയിൻ വേർബ് പരിഗണിക്കുക, അതൊരു എസ് ഫോം വേർബാണ്, അതിൽ ഡസ് അടങ്ങിയിരിക്കും. ആ ഡസ് ഓക്സിലറിയായി എടുത്ത് അതിനെ നെഗറ്റീവാക്കി ഡസിൻറ്റ്. ദെൻ ലേഡി എന്നതിന് പകരം പ്രൊനൗണാണ് വേണ്ടത്, അതാണ് ഷീ എന്ന് ചേർത്തത്. സെൻറ്റൻസിൽ വേർബ് കെയർസ്, ടാഗിൽ ഡസിൻറ്റ്. സെൻറ്റൻസ് നമ്പർ 9 ഫാദർ വിൽ സെറ്റിൽ അഗൈൻ ഇൻ ഹിസ് റോക്കിംഗ് ചെയർ, വോണ്ട് ഹി എന്നുള്ള സെൻറ്റൻസിൽ
ഫാദർ വിൽ സെറ്റിൽ. ഇവിടെ വേർബായിട്ട് വരുന്നത് വിൽ സെറ്റിൽ എന്നുള്ളതാണ്. ഓക്സിലറി വിൽ ഉണ്ട്, സെറ്റിൽ എന്നുള്ള മെയിൻ വേർബും. നമുക്ക് നെഗറ്റീവ് വേണം. വിൽ എന്നുള്ള ഓക്സിലറി എടുത്ത് അതിനെ നെഗറ്റീവ് ആക്കണം. അതാണ് വോണ്ട് എന്നുള്ളത്. നേരത്തെ വിശദീകരിച്ചതാണ്. വിൽ പ്ലസ് നോട്ട് വില്ലിൻറ്റ് എന്നെഴുതരുത്, പകരം വോണ്ട്. സെൻറ്റൻസിൽ വിൽ സെറ്റിൽ, ടാഗിൽ വോണ്ട്. ഫാദർ എന്നതിന് പകരം പ്രോനൗൺ ഹി, വോണ്ട് ഹി എന്നത് ചേർത്തതും ശ്രദ്ധിക്കുക. Number 10. We also had our first introduction to language. Didn't we? ഈ സെൻറ്റൻസ് പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഹാഡ് എന്നുള്ള ഒരു വേർബുണ്ട്. അത് ഓക്സിലറി ആണോ മെയിൻ വേർബാണോ എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് മറ്റൊരു മെയിൻ വേർബ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഹാഡിനെ ഒരു മെയിൻ വേർബായിട്ടാണ് പരിഗണിക്കേണ്ടത്, ഓക്സിലറി അല്ല. അതൊരു മെയിൻ വേർബ് ആകുമ്പോൾ ഹാഡ് ഒരു സിമ്പിൾ പാസ്റ്റ് വേർബാണ്. അതിലടങ്ങിയിരിക്കുന്നത് ഡിഡ് എന്നുള്ള ഓക്സിലറിയാണ്. ദെൻ നെഗറ്റീവ് വേണം, ഡിഡിൻറ്റ്. അതുകൊണ്ടാണ് ടാഗിൽ ഡിഡിൻറ്റ് എന്ന് ചേർത്തത്. സബ്ജക്റ്റ് വി എന്നുള്ള പ്രോനൗൺ ഓൾറെഡി ഉണ്ട്, ഡിഡിൻ വി. ശ്രദ്ധിക്കുക, വേർബ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഹാഡാണ്, വേർബ് ഇൻ ദി ടാഗ് ഡിഡിൻറ്റ്. ഇനി വരുന്ന ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. സെൻറ്റൻസ് 11. ബി എ മാൻ വോണ്ട് യു. ഇവിടെ സെൻറ്റൻസ് ബി എ മാൻ എന്നുള്ളതാണ്. ഇത് ഒരു കൽപ്പന, ഒരു കമാൻഡ് പോലെയാണ്. അതിനോട് ചേർത്തിരിക്കുന്ന ടാഗ് ശ്രദ്ധിക്കുക, വോണ്ട് യു എന്നാണ്. വോണ്ട് യു എന്ന് ചേർക്കണമെങ്കിൽ സെൻറ്റൻസിൽ വിൽ എന്നുള്ള ഓക്സിലറി ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ അതില്ലതാനും. വേർബ് ബി എന്നാണ് സെൻറ്റൻസിൽ. ടാഗ് ക്വസ്റ്റ്യനിൽ വോണ്ട് എന്നും ചേർത്തിരിക്കുന്നു. ഇതിന് പ്രത്യേകമായ ഗ്രാമർ റൂളുണ്ട്. ഇവിടെ താഴെ തന്നിരിക്കുന്ന ഈ നോട്ട് ശ്രദ്ധിക്കുക. ഇംപെരറ്റീവ് സെൻറ്റൻസസ് എക്സ്പ്രസിംഗ് കമാൻഡ്സ് ഓർ റിക്വസ്റ്റ് ടേക്ക് വിൽ യു ഓർ വോണ്ട് യു ആസ് ടാഗ് ക്വസ്റ്റ്യൻ. കമാൻഡ് റിക്വസ്റ്റുകൾ, ആജ്ഞകളും അപേക്ഷകളും പ്രകടമാക്കുന്ന സെൻറ്റൻസുകൾക്കാണ് ഇംപെരറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇത്തരം സെൻറ്റൻസുകളോടൊപ്പമാണ് നാം വിൽ യു എന്നോ വോണ്ട് യു എന്നോ ടാഗ് ചേർക്കേണ്ടത്. പി എം മാൻ എന്നുള്ളത് ഒരു പോസിറ്റീവ് കമാൻഡാണ്. അപ്പോൾ നമുക്ക് വോണ്ട് യു എന്ന നെഗറ്റീവ് ടാഗ് ക്വസ്റ്റ്യൻ ചേർക്കാം. എന്നാൽ ഡോണ്ട് ടോക്ക് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കമാൻഡിനോടൊപ്പം വിൽ യു എന്ന പോസിറ്റീവ് ടാഗും ചേർക്കാം. സെൻറ്റൻസ് 12. ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. ഷാലായി. ഇവിടെയും തന്നിരിക്കുന്ന ടാഗ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഷാൻ എന്നുള്ളതാണ് അവിടുത്തെ ഓക്സിലറി വേർബ്. എന്നാൽ സെൻറ്റൻസിൽ അത്തരമൊരു ഓക്സിലറി വേർബ് ഇല്ല. ലെറ്റ് എന്നുള്ളതാണ് വേർബ്. ലെറ്റ് മീ എന്നുള്ളത് ഒരു സജഷൻ, ഒരു നിർദ്ദേശം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രയോഗമാണ്. ഇത്തരം ഒരു സജഷൻ നിർദ്ദേശം വയ്ക്കുന്ന അത്തരമൊരു നിർദ്ദേശം, ഒരു ഓഫർ വയ്ക്കുന്ന സെൻറ്റൻസുകളോടൊപ്പം ആ ഒരു പ്രയോഗത്തോടൊപ്പമാണ് ഷോൺ എന്നുള്ള ഓക്സിലറി വേർബ് ചേർക്കേണ്ടത്. ലെറ്റ് മീ എന്ന് പറയുമ്പോൾ ഒരാളുടെ കാര്യമാണ്. അതുകൊണ്ടാണ് ഷാൻ ഐ പറയുന്ന ആളുടെ ഐ എന്നുള്ള പ്രോനൗൺ ചേർത്തത്. ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. ഞാൻ നിങ്ങളെ റോഡ് മുറിച്ച് കിടക്കാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഓഫർ, ഒരു സജഷനാണ് വെക്കുന്നത്. ഷാലായി, ഞാനങ്ങനെ ചെയ്യട്ടെ എന്ന രൂപത്തിൽ ടാഗും. സെൻറ്റൻസിലെ വേർബ് ലെറ്റ്, ടാഗിൽ ഷാൾ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെയും ഒരു നോട്ട് തന്നിട്ടുണ്ട്. ലെറ്റ് മീ at the beginning of a sentence indicate a suggestion may take shall I. Let me എന്ന് തുടങ്ങുന്ന അതും ഒരു സജഷൻ, നിർദ്ദേശം മുന്നോട്ട് വെക്കുന്ന തരം സെൻറ്റൻസിൽ അതിൻ്റെ തുടക്കത്തിൽ വേണം ലെറ്റ് വരേണ്ടത്, സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ. അങ്ങനെ വരുമ്പോഴാണ് ഷാൽ ഐ. ലെറ്റ് മീ ആണെങ്കിൽ ഷാൽ ഐ എന്ന് ടാഗ് ചേർക്കണം. ദെൻ ഇതേപോലെ തന്നെ ഇതിൻ്റെ പ്ലൂറൽ രൂപം ലെറ്റ്സ്, ലെറ്റ് അസ്. ഇങ്ങനെ ലെറ്റ്സ് കൊണ്ട് തുടങ്ങിയാൽ അതും ഒരു സജഷൻ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ലെറ്റ്സ് at the beginning of a sentence indicating a suggestion may take shall we as tag. shall we ആയിരിക്കും. കാരണം ലെറ്റ്സ് എന്നുള്ളതിൽ us എന്നുള്ളതാണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. അത് നാം വി എന്ന രൂപത്തിലേക്ക്, അതിൻ്റെ യഥാർത്ഥ സബ്ജക്റ്റ് പ്രൊനൗൺ രൂപത്തിലേക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ചേർക്കുന്നു. ഈ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ സെൻറ്റൻസ് 13. The coaches no longer seem to run on rails. Did they? ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുമ്പോൾ നോ ലോങ്കർ എന്നുള്ളിടത്ത് നെഗറ്റീവ് വേർഡുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു പോസിറ്റീവ് ടാഗ് ക്വസ്റ്റ്യൻ വേണ്ടി വരുന്നത്.
സെൻറ്റൻസിലെ മെയിൻ വേർബ് സീംഡ് എന്നുള്ളതാണ്. സീംഡ് കണ്ടാൽ അറിയാം അതൊരു സിമ്പിൾ പാസ്റ്റ് വേർബാണ്. അതിലടങ്ങിയിരിക്കുന്നത് ഡിഡ് ആണ്. അപ്പോൾ നമുക്ക് ടാഗ് ക്വസ്റ്റ്യനായിട്ട് വേണ്ടത് ഡിഡ് ദേ. ക്വസ്റ്റ്യൻ ടാഗിൽ വേർബ് ഡിഡ്. ദെൻ സെൻറ്റൻസ് 14. ഷീ കുഡ് ഹാർഡ്ലി ഇമാജിൻ ഷി വാസ് ഓൺ ദിസ് എർത്ത്. കുഡ് ഷീ. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഓക്സിലറി ഉണ്ട്, കുഡ്. ദെൻ ഹാർഡ്ലി എന്നുള്ള ഒരു പദം വന്നിരിക്കുന്നു. ഹാർഡ്ലി എന്നുള്ളത് ഒരു നെഗറ്റീവ് വേർഡാണ്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ട് ഇതിനോടൊപ്പം നമുക്കൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയതിനാൽ പോസിറ്റീവ് ടാഗ് ക്വസ്റ്റ്യനാണ് വേണ്ടി വരുന്നത്. ശ്രദ്ധിക്കുക, ഹാർഡ്ലി. ഇത്തരം നെഗറ്റീവ് വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, നെവർ തുടങ്ങിയ നെഗറ്റീവ് വേർഡ്സ് സെൻറ്റൻസുകളെ നെഗറ്റീവ് ആക്കും. അപ്പോൾ പോസിറ്റീവ് ടാഗ് ക്വസ്റ്റ്യൻ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഓൾറെഡി ഓക്സിലറി ഉണ്ട്, പക്ഷേ നമുക്ക് കുഡ് എന്നുള്ളതിനെ കുഡൻറ്റ് എന്നാക്കേണ്ടതില്ല. കാരണം ഹാർഡ്ലി സെൻറ്റൻസിനെ ഓൾറെഡി നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് ടാഗ് വേണം, കുഡ് ഷീ. നൗ നെക്സ്റ്റ് ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഓരോ സെൻറ്റൻസിനോടൊപ്പവും അനുയോജ്യമാം വിധം ക്വസ്റ്റ്യൻ ടാഗ് ചേർത്തുകൊണ്ട് ഈ കോൺവെർസേഷൻ പൂർത്തീകരിക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റെപ്സ് ടു ക്രിയേറ്റ് ടാഗ് ക്വസ്റ്റ്യൻ. ഒരു ടാഗ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില സ്റ്റെപ്സ്. ആദ്യം, ഐഡൻറ്റിഫൈ വെദർ ദ ഗിവൻ സെൻറ്റൻസ് ഈസ് നെഗറ്റീവ്, പോസിറ്റീവ്, എ കമാൻഡ്, റിക്വസ്റ്റ് ഓർ സജഷൻ. തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ അതിലൂടെ ഒരു കമാൻഡ് ആണോ റിക്വസ്റ്റ് ആണോ സജഷൻ ആണോ മുന്നോട്ട് വയ്ക്കുന്നത് എന്നും മനസ്സിലാക്കണം. അതിനനുസൃതമായിട്ടാണ് നാം നേരത്തെ വിശദീകരിച്ച പോലെയുള്ള അനുയോജ്യമായ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കേണ്ടത്. ദെൻ ഇഫ് ദർ ഈസ് ആൻ ഓക്സിലറി വേർബ്, യൂസ് ഇറ്റ്. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നാം പഠിച്ചു വെച്ച ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ടാഗിലേക്ക്. അതർവൈസ് അങ്ങനെ ഒരെണ്ണം ഇല്ല എങ്കിൽ അല്ലാത്ത പക്ഷം യൂസ് ഡു, ഡസ്, ഡിഡ് ഇൻ ദ ടാഗ്. സെൻറ്റൻസിലെ മെയിൻ വേർബിൻ്റെ ടെൻസിനനുസൃതമായി ബേസ് ഫോം ആണെങ്കിൽ ഡു, എസ് ഫോം ആണെങ്കിൽ ഡസ്, പാസ്റ്റ് ഫോം ആണെങ്കിൽ ഡിഡ്, ഇതാണ് ടാഗിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്നിട്ട് അനുയോജ്യമാം വിധം നെഗറ്റീവോ പോസിറ്റീവോ ആയി മാറ്റുകയും ചെയ്യുക. നോ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നറേറ്റർ, അവർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നറേറ്ററുടെ ഈ സെൻറ്റൻസ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൽ വേർബായിട്ട് വന്നിരിക്കുന്നത് ഓക്സിലറി പോലെയുള്ള ഈസ് എന്നാണ്. അതിനോടൊപ്പം നമുക്ക് നെഗറ്റീവ് ചേർക്കാം, ഇസ്ൻ്റ്. ഇനി ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റാണ്. പ്രൊനൗൺ രൂപത്തിൽ വേണം. അവർ സ്കൂൾ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അവർ സ്കൂൾ നമുക്ക് ഇറ്റ് എന്നുള്ള പ്രൊനൗൺ ചേർത്ത് മാറ്റി എഴുതാം. ഇസ്ൻ്റ് ഇറ്റ് എന്നുള്ളതാണ് ടാഗ്. ഫ്രണ്ട്, റിയലി ഐ ലവ് ഇറ്റ്. യു ടു ലൈക്ക് ഇറ്റ്. യു ടു ലൈക്ക് ഇറ്റ് എന്നുള്ള സെൻറ്റൻസിനോടാണ് ടാഗ് ക്വസ്റ്റ്യൻ ചേർക്കേണ്ടത്. ഇവിടെ ലൈക്ക് എന്നുള്ളതാണ് വേർബ്. അതൊരു ബേസ് വേർബാണ്. ഡു എന്നുള്ളതാണ് അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി. നെഗറ്റീവ് ആക്കണം, ഡോണ്ട്. ദെൻ യു എന്നുള്ള പ്രൊനൗൺ സബ്ജക്റ്റ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഡോണ്ട് യു. നറേറ്റർ, യെസ് ഐ ഡു. അവർ ടീച്ചേഴ്സ് കെയർ ഫോർ us. ഫ്രണ്ട്സ്, they will not let anything amiss happen to us. ഈ സെൻറ്റൻസിൽ വിൽ നോട്ട് എന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. അവിടെ നെഗറ്റീവ് ഫോം ഉണ്ട്. അതുകൊണ്ട് ഈ സെൻറ്റൻസ് നെഗറ്റീവാണ്. നമുക്കൊരു പോസിറ്റീവ് ടാഗാണ് വേണ്ടത്. ഓൾറെഡി നമുക്ക് ഓക്സിലറി വേർബ് ഉണ്ട്, വിൽ. ആ വിൽ തന്നെ എടുത്ത് ദേ എന്നുള്ള സബ്ജക്റ്റ് പ്രോനൗണുമുണ്ട്. വിൽ ദേ എന്നുള്ളതാണ് ഇതിനനുയോജ്യമായ ടാഗ്. വിൽ എന്നതിനെ വോണ്ട് എന്നാക്കരുത്. കാരണം തന്നിരിക്കുന്ന സെൻറ്റൻസ് ഓൾറെഡി നെഗറ്റീവാണ്. നോട്ട് അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ടാഗ് പോസിറ്റീവായി നിലനിർത്തണം. നറേറ്റർ, ദ ഹെഡ് ലേഡി റിയലി കെയർസ് ഫോർ us. നെറേറ്ററുടെ ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ദ ഹെഡ് ലേഡി റിയലി കെയർസ് ഫോർ us. ഓക്സിലറി ഒന്നുമില്ല. കെയർസ് എന്നുള്ള എസ് ഫോം വേർബ് ഉണ്ട്. അതിൽ ഡസ് അടങ്ങിയിരിക്കും. സെൻറ്റൻസ് പോസിറ്റീവാണ്. നെഗറ്റീവ് ആക്കണം. ഡസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡസിൻറ്റ് എന്ന് കിട്ടും. ദെൻ ദ ഹെഡ് ലേഡി എന്നുള്ളതാണ് സബ്ജക്റ്റ്. അതൊരു ലേഡിയാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ പ്രോനൗൺ ഷീ എന്ന് ഉപയോഗിക്കണം. ഡസിൻ ഷീ. ഫ്രണ്ട്, യാ വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടോയ്സ് ഹിയർ. ദേ ലെറ്റ് us പ്ലേ വിത്ത് them. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഇവിടെ തെറ്റിദ്ധരിക്കരുത്. ലെറ്റ് കൊണ്ടല്ല തുടങ്ങുന്നത്. ലെറ്റ് മീ എന്നോ ലെറ്റ് അസ് അല്ല. ലെറ്റ് എന്നുള്ളതാണ് വേർബ്. പക്ഷെ അത് തുടക്കത്തിലല്ല. അതുകൊണ്ട് അതൊരു സജഷൻ ഒന്നുമല്ല. ദേ ലെറ്റ് us പ്ലേ വിത്ത് them. അവർ നമ്മെ
ആ ടോയ്സ് കൊണ്ട് കളിക്കാൻ അനുവദിക്കുന്നു. ലെറ്റ് എന്നുള്ളതൊരു സാധാരണ മെയിൻ വേർബാണ്, അത് ബേസ് ഫോമിലാണ്. അതിലടങ്ങിയിരിക്കുന്നത് ഡു ആണ്. നെഗറ്റീവ് ആക്കണം, ഡോണ്ട്. ദേ എന്നുള്ളതാണ് സബ്ജക്റ്റ് പ്രോനൗൺ. ഡോണ്ട് ദേ എന്ന ടാഗ് ചേർത്തു. ഇനി ശ്രദ്ധിക്കുക, നെറേറ്റർ യെസ് ബട്ട് ഓൺലി ഡ്യൂറിങ് ലെഷർ ടൈം. ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക, ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ. ഇവിടെ ലെറ്റ്സ് കൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് പോയി കളിക്കാം, ഒരു സജഷനാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതും ലെറ്റ് കഴിഞ്ഞ് അസ് എന്നുള്ള പ്ലൂറൽ ഫോമുണ്ട്, ലെറ്റ്സ്, നമുക്ക്. അതുകൊണ്ട് ഷാൽ വി എന്നാണ് ടാഗ് ചേർക്കേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 given on textbook page 27. Naitika, a class 9 student, went home and narrated the story half a day to her younger brother. The first few sentences of Nainika's narration are given below. Read them carefully. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നൈനിക ഹാഫ് എ ഡേ എന്ന കഥ വീട്ടിൽ പോയി അനിയനോട് പറഞ്ഞു കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു കഥയുടെ തുടക്കമാണ് ഇവിടെ തന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഈ സ്റ്റോറി, നൈനിക എങ്ങനെയാണ് ഈ കഥ പറഞ്ഞത് എന്ന് വായിക്കുക. ശേഷം റീഡ് ദ സ്റ്റോറി ഹാഫ് എ ഡേ. ടെക്സ്റ്റ് ബുക്കിലെ ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയും വായിക്കുക. അഗൈൻ, വീണ്ടും. ആൻഡ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് ഇൻ ദ സ്റ്റോറി ദാറ്റ് കൺവേ ദ സെയിം മീനിങ്. നൈനിക പറയുന്ന ഈ കഥയിലെ അതേ അർത്ഥം വരുന്ന സെൻറ്റൻസുകൾ യഥാർത്ഥ സ്റ്റോറിയിലുമുണ്ട്, അത് കണ്ടെത്തുക. റൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ 2 സ്റ്റോറിയും വായിച്ച് നൈനിക പറയുന്ന സെൻറ്റൻസുകൾ അതിന് തത്തുല്യമായ സെൻറ്റൻസ് സ്റ്റോറിയിൽ നിന്നും എടുത്ത് ഇവിടെ തന്നിരിക്കുന്ന ടേബിൾ പൂർത്തീകരിച്ച് എഴുതുക. ആക്ടിവിറ്റിയിൽ ആവശ്യപ്പെടുന്നത് പോലെ യഥാർത്ഥ സ്റ്റോറിയിൽ നിന്നും നൈനികയുടെ സ്റ്റോറിയിൽ നിന്നും സെൻറ്റൻസുകളെ എടുത്ത് അനുയോജ്യമാംവിധം ഈ ടേബിളിൽ പൂർത്തീകരിച്ച് എഴുതിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വായിക്കുക. ആദ്യം ഹാഫ് എ ഡേ എന്ന റിയൽ സ്റ്റോറിയിൽ നിന്നും ഐ പ്രൊസീഡഡ് അലോങ്സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. അതിന് പകരമായിട്ട് നൈനിക പറഞ്ഞത് he was taken to school for the first time by his father. Then from real story, all my clothes were new. The black shoes, the green school uniform and the red turbush. ഇതിന് പകരം നൈനിക പറയുന്നത് all his clothes, the black shoes, the green school uniform and the red turbush were newly bought for the special day. Then from real story, my mother stood at the window watching us. Nainika's version, while he was walking to school, he was being watched by his mother. Then from real story, on both sides were extensive fields planted with crops, prickly pears and henna trees. Nainika's version, extensive fields had been planted with crops, prickly pears, henna trees. Then from real story, on both sides were a few date palms. In Nainika's version, a few date palms could be seen on either side of the street. ഇനി 2 കോളത്തിലെയും സെൻറ്റൻസുകൾ പരിശോധിക്കുക. Let's analyze the sentences. What difference do you notice between the 2 sets of sentences in the table? ടേബിളിലെ ഓരോ സെറ്റ് സെൻറ്റൻസുകളിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾ കാണുന്നത്? Which of these sentences express the active role of the doer of the actions mentioned? ഓരോ സെൻറ്റൻസിലും ഓരോ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് സെൻറ്റൻസിലാണ് ഡൂവർക്ക് പ്രാധാന്യമുള്ളത്, ചെയ്യുന്ന ആൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത് ഏത് തരം സെൻറ്റൻസിൽ? The sentences in column B do not emphasize the doer. കോളം ബിയിലെ സെൻറ്റൻസുകളിൽ ഡൂവറെ, പ്രവൃത്തി ചെയ്യുന്ന ആളെ, അതായത് സബ്ജക്റ്റ്, അതിന് പ്രാധാന്യമില്ല. These sentences emphasize the action rather than the agent. കോളം ബിയിലെ സെൻറ്റൻസുകൾ ആക്ഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത് rather than the agent. ഏജന്റ് എന്ന് പറഞ്ഞാൽ doer. ചെയ്യുന്ന ആളെക്കാൾ പ്രാധാന്യം പ്രവർത്തനത്തിന് നൽകിയിരിക്കുന്നു കോളം ബിയിലെ സെൻറ്റൻസുകൾക്ക്. It is not always necessary to mention the doer of the action. പലപ്പോഴും ചെയ്ത ആളെ പറയേണ്ട ആവശ്യം പോലും ഉണ്ടാകാറില്ല. പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സെൻറ്റൻസുകളിൽ പ്രവർത്തിച്ച ആൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്തരം ഘട്ടങ്ങൾ വരാറുണ്ട്. എസ്പെഷ്യലി ഇഫ് ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഓർ ഈസ് അൺനോൺ ഓർ അൺഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഡൂവർ
ഏജൻറ്റ്, അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാകുമ്പോൾ എടുത്തു പറയേണ്ടതില്ല. അതല്ലെങ്കിൽ ആ ഡൂവർ ചെയ്ത ആൾ ആരാണെന്ന് അൺനോൺ, അറിയാത്ത ഘട്ടത്തിൽ, ഓർ അൺഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ലാത്ത ഘട്ടത്തിൽ നാം ആക്ഷന്, പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ് ഉപയോഗിക്കുന്നത്. അത്തരം സെൻറ്റൻസുകളാണ് സച്ച് സെൻറ്റൻസസ് ആർ ഇൻ ദ പാസീവ് വോയിസ്. അത്തരം സെൻറ്റൻസുകളാണ് പാസീവ് വോയിസിൽ ഉപയോഗിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, പ്രവൃത്തി ചെയ്ത ആളെ പറയാതെ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തനമാണ് എടുത്തു പറയുന്നത്. അത്തരം സെൻറ്റൻസുകൾ നാം പാസീവ് വോയിസിലാണ് പറയുന്നത്. വേർ ഡു വി യൂസ് പാസീവ് വോയിസ്? എവിടെയൊക്കെയാണ് നാം പാസീവ് വോയിസ് സെൻറ്റൻസുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും അടിസ്ഥാനപരമായി വെൻ ദ ഡൂവർ ഈസ് അൺനോൺ ഓർ അൺഇമ്പോർട്ടൻറ്റ്, ചെയ്ത ആൾ, പ്രവൃത്തി ചെയ്ത ഡൂവർ അൺനോൺ, അറിയപ്പെടാതിരിക്കുമ്പോഴോ അതല്ലെങ്കിൽ അൺഇമ്പോർട്ടൻറ്റ്, അതിന് വലിയ പ്രാധാന്യമില്ലാതിരിക്കുമ്പോഴോ ദ പാസീവ് വോയിസ് ഇസ് നോർമലി യൂസ്ഡ്. നാം പാസീവ് വോയിസ് സെൻറ്റൻസുകളാണ് സാധാരണമായിട്ട് ഉപയോഗിക്കുന്നത്. Now, match the sentences in passive voice to the corresponding situation given on page 28. ടെക്സ്റ്റ് ബുക്ക് പേജ് 28 ഏതാനും സെൻറ്റൻസുകളും അവർക്ക് അനുയോജ്യമായ സിറ്റുവേഷൻസും നൽകിയിട്ടുണ്ട്. എന്നാൽ സിറ്റുവേഷൻസ് എല്ലാം തന്നെ ജംപിൾഡ് ഓർഡറിലാണ്. അവ അനുയോജ്യമായ ഓർഡറിലേക്ക് മാച്ച് ചെയ്തെഴുതുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ആദ്യ സെൻറ്റൻസ്, ദ വിമൻസ് റിസർവേഷൻ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലോക്സഭ. വാസ് പാസ്ഡ് എന്നുള്ള പാസീവ് വേർബ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ റിപ്പോർട്ടിംഗ് ആൻ ഈവൻറ്റ്, ഒരു ന്യൂസ് ഇവൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നാം പാസീവ് വോയിസ് ഉപയോഗിക്കുന്നു. അപ്പോൾ റിപ്പോർട്ടിംഗ് ആൻ ഈവൻറ്റ്, ഒരു ന്യൂസ് റിപ്പോർട്ടിലാണ് ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓരോ സെൻറ്റൻസ് വായിച്ച് അതിൻ്റെ സിറ്റുവേഷൻ ഇവിടെ തന്നത് ശ്രദ്ധിക്കുക. ഈ സിറ്റുവേഷനുകളിലൊക്കെ മിക്കപ്പോഴും നാം ഉപയോഗിക്കുന്നത് പാസീവ് വോയിസ് സെൻറ്റൻസുകളായിരിക്കും. വിദ്യാർത്ഥികൾ പാസീവ് വോയിസ് അറിഞ്ഞിരിക്കണം, പഠിക്കണം. ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് വളരെ വ്യക്തമായി ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് പാസീവ് വോയിസിനെ കുറിച്ച്. ലിങ്ക് നൽകുന്നതാണ്. അത് ആ വീഡിയോ കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിച്ച് സംശയങ്ങൾ തീർക്കുക. ഇവിടെ ഓരോ സെൻറ്റൻസിനും അനുയോജ്യമായ സിറ്റുവേഷൻ അടയാളപ്പെടുത്തി തന്നത് നിങ്ങൾ കോപ്പി ചെയ്ത് പഠിക്കുക. വിദ്യാർത്ഥികൾക്ക് പാസീവ് വേർബ് ഫോംസ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് പാസീവ് വോയിസ് വേർബ് ഉണ്ടാക്കുന്നത്? പാസീവ് വേർബ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് V3 എന്ന ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഏത് വേർബിൻ്റെ പാസീവ് വോയിസ് ആണോ ഉണ്ടാക്കേണ്ടത്, ആ വേർബിൻ്റെ V3 ഫോമിന് മുമ്പിൽ അനുയോജ്യമായ ഒരു വേർബ് ബി ഫോം ചേർക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ വിദ്യാർത്ഥികൾ ഫോംസ് ഓഫ് വേർബ് ബി അറിഞ്ഞിരിക്കണം. ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്ന 8 ഫോംസാണ് ഫോംസ് ഓഫ് വേർബ് ബി. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ആം, ഈസ്, ആർ. സിമ്പിൾ പാസ്റ്റിൽ വാസ്, വെയർ. കണ്ടിന്യൂസ് ഫോമിൽ ബീയിങ്. പെർഫെക്റ്റ് ടെൻസിൽ ബീൻ. ഓക്സിലറി വേർബുകളോടൊപ്പം അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവുകളോടൊപ്പം ബേസ് രൂപമായ ബി. ഇതാണ് വേർബ് ബി. ഇതിലേതെങ്കിലും അനുയോജ്യമാം വിധം ടെൻസിനനുസൃതമായി ചേർത്തുകൊണ്ട് ഏത് വേർബിൻ്റെ പാസീവ് വോയിസ് ആണോ വേണ്ടത് അതേ വേർബിൻ്റെ V3 ഫോം നൽകുക. അടുത്ത ടേബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി തരും. ഇവിടെ ആക്റ്റീവ് വോയിസിൽ ഹെൽപ്പ്, ഹെൽപ്സ് എന്നിങ്ങനെ വേർബ് തന്നിരിക്കുന്നു. അതിൻ്റെ പാസീവ് വോയിസ് ആം, ഈസ്, ആർ, ഹെൽപ്ഡ് എന്നാണ്. ഇതിൻ്റെ ടെൻസ് സിമ്പിൾ പ്രസൻറ്റ്. അതായത് സിമ്പിൾ പ്രസൻറ്റിൽ നമുക്കൊരു പാസീവ് വോയിസ് വേണം, ഹെൽപ്പ് എന്നതിൻ്റെയോ ഹെൽപ്സ് എന്നതിൻ്റെയോ. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഹെൽപ്പ് എന്നുള്ള ബേസ് ഫോമും ഹെൽപ്സ് എന്ന എസ് ഫോമും ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ആണ്. ഹെൽപ്പ് എന്നതിൻ്റെ ഒരു പാസീവ് അല്ലെങ്കിൽ ഹെൽപ്സ് എന്നതിൻ്റെ പാസീവ് വോയിസ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വേർബ് ബി ഫോമാണ്. നാം നേരത്തെ മനസ്സിലാക്കി സിമ്പിൾ പ്രസൻറ്റ് വേർബ് ബി എന്നുള്ളത് ആൻ, ഈസ്, ആർ എന്നുള്ളതാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ച് ഹെൽപ്പ്, ഹെൽപ്സ് എന്നതിൻ്റെ V3 ഫോം ചേർക്കുക. അത് ഹെൽപ്ഡ് ആണ്. അപ്പോൾ ആം ഹെൽപ്ഡ്, ഈസ് ഹെൽപ്ഡ്, ആർ ഹെൽപ്ഡ് എന്നിങ്ങനെ കിട്ടും. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന പാസീവ്. ഇങ്ങനെ ഈ ടേബിൾ പരിശോധിച്ച് ഓരോ ടെൻസിലും ഏതൊക്കെ
വേർബ് ബി ഫോമുകൾ ചേർക്കണം എന്നുള്ളത് മനസ്സിലാക്കി പാസീവ് വോയിസിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ പാസീവ് വോയിസ് എന്നുള്ളത് ഒരു വലിയ ടോപ്പിക്കാണ്. അത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ടിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സഹായം തേടുക. Now, a few statements based on the story half a day are given below. Analyze them and note the change in the form of the verb. ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഏതാനും സെൻറ്റൻസുകളാണ് ഇവിടെ ഈ ടേബിളിൽ ആദ്യം നൽകിയിരിക്കുന്നത്. സെൻറ്റൻസസ് ഇൻ ആക്റ്റീവ് വോയിസ്, അതെല്ലാം തന്നെ ആക്റ്റീവ് വോയിസിലാണ്. അടുത്ത ബോക്സിലേക്ക് സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസ് എന്ന രൂപത്തിലേക്ക് അത് പാസീവ് വോയിസിലേക്ക് മാറ്റി എഴുതുക. ദെൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വേർബ് ഫോംസിൽ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും ഉണ്ടാകുന്നുള്ളതും എഴുതുക, ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ടേബിൾ ഇവിടെ പൂർത്തീകരിച്ച് എഴുതിയിട്ടുണ്ട്. വേർബിൽ വരുന്ന മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി given on textbook page 29. Your school has won the first prize for one act play in the District English Olympiad. District English Olympiad കോമ്പറ്റീഷനിൽ നിങ്ങളുടെ സ്കൂൾ വൺ ആക്ട് പ്ലേ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് പ്രൈസ് നേടിയെന്ന് കരുതുക. എ ജേർണലിസ്റ്റ് നോട്ടഡ് ദ ഫോളോയിങ് പോയിന്റ്സ് ഫോർ എ ന്യൂസ് റിപ്പോർട്ട്. ഒരു ജേർണലിസ്റ്റ് ചില പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി. എന്തൊക്കെയാണ് ജേർണലിസ്റ്റ് ശേഖരിച്ച നോട്ട്സ് അല്ലെങ്കിൽ ഹിൻസ്? ഹാഫ് എ ഡേ, കമന്ററി HSS, ക്ലാസ് 9 സ്റ്റുഡൻസ്, ഒളിമ്പിയ, നെയിം, ഡേറ്റ് ആൻഡ് ലൊക്കേഷൻ, plot of the play, hard work and talent of performers, guidance and support of teachers, audience and judges, appreciation of the efforts of the students and faculty. ഈ പോയിന്റ്സ് എല്ലാം ചേർത്തുകൊണ്ട് ഇനി ജേർണലിസ്റ്റ് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം. ഹെൽപ്പ് ദ ജേർണലിസ്റ്റ് ഡെവലപ്പ് ദ പോയിന്റ്സ് ഓർ ഹിൻസ് ഇൻ ടു എ ന്യൂസ് റിപ്പോർട്ട്. ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ജേർണലിസ്റ്റിനെ നിങ്ങൾ സഹായിക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. എന്തൊക്കെ പോയിന്റ്സാണ് ന്യൂസ് റിപ്പോർട്ടിൽ ഉൾപ്പെടേണ്ടത് എന്ന് ഹിൻസ് വായിച്ച് നാം മനസ്സിലാക്കി. അതിനാൽ തന്നെ ന്യൂസ് റിപ്പോർട്ട് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ഹിൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ ന്യൂസ് റിപ്പോർട്ട് നമുക്കത് വായിച്ചു നോക്കാം. ആദ്യം ഹെഡിങ്: ഹാഫ് എ ഡേ വിൻസ് ഫസ്റ്റ് പ്രൈസ്. സ്റ്റാഫ് റിപ്പോർട്ടർ, Thursday, July 4th, 2024. Malappuram. The one-act play based on the story Half a Day won the first prize in the District English Olympiad held at Malappuram MSP ground on July 3rd, 2024. Performed by the 9th class students of Kanantali Higher Secondary School, the play's unique storyline captivated both the jury and the audience. Half a Day tells the poignant story of the protagonist who goes to school for the first time as a young child and returns home as an old man needing help to cross the stream. The play beautifully highlights the quick passage of time and the brevity of life. The winning students express their gratitude for the support and guidance from their teachers, which helped them successfully stage the play and secure the first prize. The judging panel commended the students' hard work and dedication. It's only with the support of our teachers and the genuine appreciation of the audience that we could perform well on stage and win this prestigious first prize, said the students joyously. ഈ ലാസ്റ്റ് പാസേജ് ശ്രദ്ധിക്കുക. ഇത് കൊട്ടേഷനാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ വിദ്യാർത്ഥികൾ നേരിട്ട് പറഞ്ഞ പോലെയുള്ള ആ വാക്കുകളാണ് ഇവിടെ എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇതിൽ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ബാക്കി വരുന്ന ആക്ടിവിറ്റീസ് തുടർന്ന് വരുന്ന വീഡിയോകളിൽ വിശദീകരിക്കുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.